ആനന്ദദായകൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ കണ്ടു തൊഴുക എന്നത് ഏതൊരു ഗുരുവായൂരപ്പ ഭക്തനെയും സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിൽ ആഴ്ത്തുന്ന കാര്യമാണ്. ഉച്ചപൂജയ്ക്കായി നടയടച്ചാൽ മേൽശാന്തി പൂജയ്ക്കായി ഭഗവാനെ ഒരുക്കും. ഉണ്ണിക്കണ്ണന്റെ വിവിധ ഭാവങ്ങളുടെയോ കഥകളുടെയോ ആസ്പദമാക്കി ഗുരുവായൂരപ്പന്റെ പാതാളാഞ്ജന ശിലയിൽ കളഭം കൊണ്ട് അലങ്കരിക്കും. എന്നിട്ട് ഉണ്ണിക്കണ്ണനായ ഭഗവാനെ ഒരുക്കും. യശോദാമ്മ എങ്ങനെയാണ് കുഞ്ഞിക്കണ്ണനെ ഒരുക്കിയിരുന്നത് അതുപോലെ ഭംഗിയുള്ള സ്വർണ്ണ കിരീടം വെച്ച് നെറ്റിയിൽ പൊൻതിലകവും കയ്യിൽ പൊന്നോടക്കുഴലുമായി കഴുത്തിൽ ഭംഗിയേറിയ ഉണ്ടമാല, ചുറ്റും വിധാനമായ മാലകൾ വേറെ, കൈവളകൾ, തോൾവളകൾ, ചെവിപ്പൂക്കൾ, അരയിൽ കിങ്ങിണി, കാലിൽ പൊൻതള, പട്ടുകോണകവും മഞ്ഞപ്പട്ടും ഉടുപ്പിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനെ മേൽശാന്തി നട തുറക്കുമ്പോൾ നെയ്വിളക്കിൻ്റെ ത്രിമാന ശോഭയിൽ നിർമ്മലവും നിഷ്കളങ്കവുമായ ആ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം ഏതൊരു ഭക്തനും പരമാനന്ദം നൽകുന്നതാണ്. ആ നിർമ്മല കോമളനായ ഉണ്ണിയുടെ മുന്നിൽ നമ്മുടെ ജീവിത ക്ലേശങ്ങൾ ആനന്ദമാകും. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം വളരെ പ്രത്യേകത ഉള്ളതാണ്. ഉച്ചപൂജ വേളയിൽ മേൽശാന്തിയാണ് കണ്ണനെ ഒരുക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന രൂപത്തിലുള്ള കണ്ണൻ്റെ കളഭച്ചാർത്ത് ഒരുക്കും. മുൻകൂട്ടി തീരുമാനിക്കാറില്ല. കളഭം ചാർത്തി ഭഗവാന്റെ മാലകളും തിലകവും ചാർത്തി പൊൻവളകൾ, കിങ്ങിണി, കാലിലെ തള, അങ്ങനെ വേണ്ട രീതിയിൽ അമ്മ ഉണ്ണിക്കണ്ണനെ എങ്ങനെ ഒരുക്കും അങ്ങനെ ഒരുക്കി പൊൻശോഭയിലുള്ള ശ്രീകോവിലിൽ കളഭാലങ്കാരത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ. ഓരോ ദിവസവും അലങ്കാരം വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായ അലങ്കാരത്തിലൂടെ ഭഗവാൻ നമ്മുടെ മനസ്സിലെ ചോദ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനപ്രയാസത്തിൻ്റെ ഉത്തരമായിരിക്കും നൽകുക. ഉച്ചപൂജയിലെ അലങ്കാരത്തിൽ തന്നെയാണ് പിറ്റേന്ന് നിർമ്മാല്യം വരെ ശ്രീ ഗുരുവായൂരപ്പൻ. പുലർച്ചെ 4-ന് മലർ നിവേദ്യം കഴിഞ്ഞ് തിരുമുഖത്ത് ചന്ദനം ചാർത്തി പട്ടുകോണകം ഉടുപ്പിച്ച് തൃക്കൈയിൽ ഓടക്കുഴലോ കദളിപ്പഴമോ വെച്ച് തിലകവും മാലയും ചാർത്തി ഉണ്ണിക്കണ്ണനായാണ് ഭഗവാന്റെ ആദ്യ അലങ്കാരം. പാലഭിഷേക സമയത്ത് ഈ അലങ്കാരം മാറ്റും. പന്തീരടി പൂജയ്ക്ക് മുഖത്ത് ചന്ദനം ചാർത്തി തിലകവും പട്ടും ചുറ്റി കയ്യിൽ ഓടക്കുഴലുമായി 10 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ രൂപത്തിലാണ് അലങ്കാരം. ഇതിൻ്റെ തുടർച്ചയാണ് ഉച്ചപൂജയുടെ കളഭാലങ്കാരം. ഓരോ ദിവസവും ഓരോ രൂപത്തിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പാതാളാഞ്ജന ശിലയിലുള്ള ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹമാണ്. ശംഖ് ചക്ര ഗദാ പത്മധാരിയായ മഹാവിഷ്ണു. ഇവിടുത്തെ പൂജകളെല്ലാം വിഷ്ണു സങ്കല്പത്തിലാണ്. എന്നാൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമായതിനാലാകാം എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനായി, ഭക്തന്റെ ഉണ്ണിക്കണ്ണനായി, എല്ലാവരുടെയും ആശ്രയ കേന്ദ്രമായി മാറിയത്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.